ജാസിഫ്റ്റാണ് ഒരേ പൊളി. കറക്റ്റ് ജാസിഫ്റ്റ് ഈസിക്കൾട്ട് ഒരേ പൊളി. ഇപ്പൊ വേടനെ ഇവിടെ വന്നിട്ട് ഈ ജംഗ്ഷനിൽ നിന്ന് ചായ കുടിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതേപോലത്തെ ഒരു മാസ്ക് ആണ് വേടം ധരിച്ചിരുന്നെങ്കിൽ അത് ഊരിട്ട് ചായ കുടിക്കായിരുന്നു. കാരണം കുരങ്ങെന്നാണ് മനുഷ്യരുണ്ടായി, എന്നിട്ടാണ് ആ കുരങ്ങനെ കുത്തുന്നത്. അതെ, മലയാളി മങ്ക കൺവേർട്ടഡ് മലയാളി മങ്കി. ഈ കൂട്ടത്തിൽ ഓഡ് വൺ ഔട്ട് ഞാൻ ആയതുകൊണ്ട് ഞാൻ തന്നെ ചോദ്യം ചോദിക്കാം. പൊതുവെ മലയാളികൾക്ക് മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോവിഡ് സമയത്താണല്ലോ നമ്മൾ ഈ മാസ്ക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു കോവിഡ് കാലം കഴിഞ്ഞിട്ടും ഇൻഡി സീനിൽ മാസ്ക് കൊണ്ടുവന്നത് ഇസ് ഡെഫിനറ്റ്ലി നമ്മുടെ മലയാളി മങ്കീസ്. സോ വാട്ട് ഇസ് ദി ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ഈ പറയുന്ന ഒരു മാസ്ക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ? കോവിഡ് എന്ന് പറയരുത്, സൊസൈറ്റിയുടെ ജഡ്ജ്മെന്റിൽ നിന്നും റേഷണലായി നമുക്ക് ചിന്തിക്കാൻ തന്നെ മൃഗമായി മാറാൻ, മനുഷ്യനും മൃഗത്തിലേക്ക് തിരിച്ച് കാണിക്കാം. ബട്ട് അങ്ങനെ ഒരു മാസ്ക് തെരഞ്ഞെടുക്കുമ്പോഴും why the monkey mask? എല്ലാവരും ഒരു ക്രേസി എന്ന് പറയുന്ന ഒരു ക്രീച്ചറാണ്. അപ്പോൾ ആ ഒരു നോട്ടിനെസ്സും എന്നാൽ ഭയങ്കര ഫ്ലെക്സിബിളും അതിന്റെയൊക്കെ ഒരു സിമ്പിളാണല്ലോ മങ്കി. എല്ലാരും അപ്പൊ അതൊരു കളിയാക്കപ്പെടുന്നൊരു മൃഗമായിട്ടാണ് കളിയാക്കപ്പെടുന്ന ഒരു മൃഗം. കാരണം കുരങ്ങെന്നാണ് മനുഷ്യരുണ്ടായി, എന്നിട്ടാണ് ആ കുരങ്ങനെ കുത്തുന്നത്. അതെ, യു സീ ദ ഐറണി. അപ്പൊ പരിണാമം എല്ലാം ഇതിനകത്തുണ്ട്. എവരിതിങ് ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഓൾസോ മലയാളത്തിൽ ഭയങ്കര ഓർഗാനിക് എന്ന് പറഞ്ഞാൽ മലയാളി മങ്ക കൺവേർട്ടഡ് മലയാളി മങ്കി എന്നുള്ളൊരു സാധനം കൂടെ വന്നിട്ട് കഴുത പറ്റില്ല, മലയാളി സിംഹം പറ്റില്ല, മലയാളി പുലി, മലയാളി പുലി, തമിഴ് പുലി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് മലയാളി മങ്കീസ് വന്നത്. വെൻ യു കം ടു പെർഫോമൻസ് ആൻഡ് ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഫെയിം ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പൊതുവെ തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നമ്മളുടെ ഫേസ് കൂടുതൽ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. വേറെസ് യു ഗൈസ് ഹവ് ചോസൻ ഒരു ടോട്ടൽ അനോണിമിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഞാൻ ആരാന്നുള്ളത് നാലാമതൊരാൾ അറിയരുത്, നമ്മൾ മൂന്നുപേരല്ലാതെ എന്നുള്ളത്. വൈ ഡിഡ് യു ചൂസ് ദാറ്റ് പാർട്ട്? അതിപ്പോൾ നമ്മുടെ പാട്ടും ഇതൊക്കെയാണല്ലോ നമ്മൾ കൂടുതലും വരാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മളറിഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ട് തോന്നുന്നു. അത് ഇതുപോലെ അല്ലത്. ഇതിപ്പോ നമ്മളെ എന്താ അറിയപ്പെടാത്ത ഈ മുഖമാണ്. ഇത് സംബന്ധിച്ച് ഈ മാസ്ക് ഊരിക്കഴിഞ്ഞാൽ ഞങ്ങള് നോർമലായി. ഇപ്പൊ വേടനെ ഇവിടെ വന്നിട്ട് ഈ ജംഗ്ഷനിൽ നിന്ന് ചായ കുടിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതേപോലത്തെ ഒരു മാസ്ക് ആണ് വേടം ധരിച്ചിരുന്നെങ്കിൽ അത് ഊരിട്ട് ചായ കുടിക്കാം. അപ്പൊ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാനുള്ളൊരു പ്രൈവസി നമുക്കൊരു സാധനം ഉണ്ട്. നമുക്ക് സാധാരണ ജനങ്ങളുടെ ഇടയിൽ എത്താൻ പറ്റും. എന്നാൽ മാത്രം നമുക്ക് എഴുതാനും സാധാരണക്കാരുടെ ഞങ്ങളുടെയൊക്കെ ലൈഫാണല്ലോ. അപ്പൊ നമുക്ക് ആ ഓർഡിനറി ലൈഫ് എന്നും അത് അങ്ങനെ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ പ്രൈവറ്റ് പേഴ്സണൽ ലൈഫ് അത് നമുക്ക് ഭയങ്കര ട്രഷറാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം വി വോണ്ട് ദാറ്റ് ഫെയിം, വി വോണ്ട് ഓൾ ദ ബിഗ് തിങ്സ് ടു ഹാപ്പൻ ഇൻ അവർ ലൈഫ്. അപ്പൊ ആ സൈഡ് നമുക്ക് ഈ മാസ്ക് ഇടുമ്പോൾ എല്ലാം ചെയ്യാം, ആ ഒരു ലൈഫും ജീവിക്കാം. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രൈവറ്റ്. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ആൾട്ടർ ഈഗോ പോലത്തെ ഒരു സംഭവമാണ്. യാ, ഓൾമോസ്റ്റ് കൈൻഡ് ഓഫ്. അപ്പം ലെറ്റ്സ് ഗെറ്റ് ടു നമ്മുടെ ഇപ്പോഴത്തെ പുതിയ റിലീസ് ചെയ്ത ട്രാക്ക് ഒരേ പൊളി. ഈ നിങ്ങളുടെ എല്ലാ പാട്ടുകളും എടുത്തു കഴിഞ്ഞാലും അതിലുള്ള ടൈറ്റിൽ ആവട്ടെ, പാട്ടിൻ്റെ ഒരു കോറസ് ആവട്ടെ, ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മളുടെ ഒരു ജനറൽ പോപ്പ് കൾച്ചർ റെഫറൻസ് ഉള്ള കാര്യങ്ങളാണ്. പൊതുവേ നമ്മൾ മലയാളികൾ ആസ് എ കമ്മ്യൂണിറ്റി പറയുന്ന വാക്കുകളാണ്, പോകുന്ന ചില സാഹചര്യങ്ങളാണ്. അപ്പം അങ്ങനെ വേർ ഡു യു പ്ലേസ് ഒരേ പൊളി? 5-10 കാശില്ലെങ്കിലും ഒരേ പൊളി, 5-10 ഒരേ പൊളി. ഭയങ്കര പാടില്ലാണ്ട് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ മൊത്തം ഇങ്ങനെ വെറുതെ സംസാരം പോലെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ നമ്മളെ വീട്ടുകാര് നാട്ടുകാരൊക്കെ നമ്മളെ കുറ്റം പറയും, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ എന്താ നിനക്ക് ജോലി ആയില്ലേ, അല്ലെങ്കിൽ അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോകുന്നതാണ് എല്ലാ യങ്സ്റ്റേഴ്സിന്റെ ഒരു ഡെയിലി ലൈഫ്. പക്ഷെ എന്നാലും നമ്മള് നമ്മുടെ പൊളിക്കല് മറക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കോളും നമ്മൾ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികളുടെ ജീവിതം അങ്ങനെയാണ്. കാരണം പ്രശ്നമില്ലാത്ത മനുഷ്യന്മാരില്ല, പ്രശ്നമുണ്ട്. എല്ലാവരും പൊളിക്കുന്ന ഒരു മറക്കൂല, എല്ലാരും കൂടെ അടിച്ചു പൊളിക്കുക. സെലിബ്രേഷൻ ഈസ് മസ്റ്റ് എന്നുള്ളൊരു മോട്ടിവേഷൻ ആണ് ഈ ട്രാക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തൊരു മൂഡിലാണെങ്കിലും ഒരേ പൊളി. പക്ഷെ നിങ്ങൾ പൊതുവെ ട്രാക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാലും അങ്ങനെയാണ്, ആ ഒരു കോൺവെർസേഷണൽ ആണ്. എനിക്ക് ഇപ്പൊ ജാം ചെയ്യുമ്പോ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങി. ഇപ്പൊ നമ്മൾ മുമ്പിൽ ഉണ്ടാക്കുന്ന ഒരു എക്സ്പീരിയൻസ് പറയാം. നമ്മൾ ഈ പാട്ട് പാടി ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും കുട്ടുപാട്ടല്ലോ, അപ്പൊ തന്നെ അടുത്ത ഇത് കുട്ടുപാട്ടല്ല വേറൊരു കോപ്പി റൈറ്റ്, അത് അപ്പൊ തന്നെ വരും. ഈ ഇതിന്റെ സ്പോണ്ടേനിറ്റി
കവിത എഴുതാൻ ഉള്ളൊരു തോട്ടല്ല പോണത് സമയത്ത്. സ്പോണ്ടേനിയസ് ആണ് ഈ പരിപാടി. പിന്നെ മെയിൻ ആയിട്ട് എന്താണെന്നറിയോ, നമ്മളെ ഈ ഞങ്ങളുടെ എഴുതല്ലത് ആക്ച്വലി, ഇത് ഉണ്ടാവുന്നതാണ്. നമ്മളിപ്പോ പാട്ട് എഴുതാനിരിക്കുന്നതും നമുക്കിപ്പോ സംസാരിക്കണ സോണാണ് ഇത്. നമ്മൾ ഇത് കംപ്ലീറ്റ് ഒരു ക്രൂ വെച്ച് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാള് ലിറിക് എഴുതുന്നു, ഒരാള് പാടുന്നു, ഒരാൾ കമ്പോസ് ചെയ്യുന്നു, ഒരാൾ പ്രൊഡ്യൂസ്. അപ്പൊ അവരവരെ പണിയാണല്ലോ എടുക്കുന്നത്. ഒന്ന് കഴിഞ്ഞിട്ട് പാസ് ഓൺ ചെയ്യാണല്ലോ പ്രൊജക്ട്. പക്ഷെ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ സെയിം ടൈം മെലഡി ഉണ്ടാവുന്നുണ്ട്, പാടുന്നുണ്ട്, എഴുതുന്നുണ്ട്. അപ്പൊ കോൺവെർസേഷനാണ് കൂടുതൽ. എല്ലാം ജാം സെഷനിൽ നിന്ന് ഉണ്ടാവുന്ന ട്രാക്സ് ആണ്. റെക്കോർഡ് ചെയ്യുമ്പോൾ അത് when you are actually artist, how big is this ocean of independent artists in Kerala? ഡെയിലി പുതിയ ആർട്സ്. ഒന്നാമത് ഹിപ്പ് ഹോപ്പ് ഔട്ട് ബ്രേക്ക് ആയി കഴിയുമ്പോഴത്തേക്കും ഈ എഴുതി എക്സ്പ്രസ് ചെയ്യാനുള്ള സംഭവം ഇതൊക്കെ കുറേ ഒരു എക്സാമ്പിളാണ് ഇത്. അപ്പൊ ഇതില് ഭയങ്കര പോസിബിലിറ്റി കണ്ടിട്ടും പിന്നെ പ്ലസ് ഇത് എളുപ്പമാണ് എക്സ്പ്രസ് ചെയ്യാൻ. ഇതിന് മറ്റേ 5 വർഷം കർണാട്ടിക് പഠിക്കണ്ട. അപ്പോൾ ആ വോക്കലിൽ വെച്ചിട്ട് ആകെ നമുക്ക് ചെയ്യാനുള്ളത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള വരികളിലെത്തിക്കുക, അതിനെ സ്പീഡിൽ പറയാനുള്ള ഒരു സാധനം ഹിപ്പ് ഹോപ്പ് ഓപ്പണാക്കി കിട്ടും. പുതിയ സാധനങ്ങൾ ഡെയിലി ഇരുന്ന് കാണാം. നമ്മുടെ കയ്യിൽ അതിനുള്ള ആക്സസ് ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ എല്ലാവരും അപ്ഡേറ്റഡ് ആയി. എല്ലാവരും പുതിയ പരിപാടി. ഇപ്പൊ EDM-ന്റെ സീനാണെങ്കിലും ടെക്നോ, ഡബ് സ്റ്റെപ്പ്, ഡ്രം ആൻഡ് ബേസ് ഒക്കെ ഇവിടെ ഭയങ്കര ലൈവാണ് ഇപ്പോ. അപ്പൊ അതിന് മെയിൻ കാരണം ഇത്രയും ആക്സസ് ഓഫ് ഇൻഫോർമേഷൻ. പിന്നെ വേറെ എന്തെങ്കിലും ഏറ്റവും വലിയ പ്ലസ് എന്താണെന്നറിയോ, ഞാനിപ്പോ കാണുന്നേ 15 വയസ്സായ പിള്ളേരൊക്കെ പ്രൊഡ്യൂസേഴ്സ് ആണ്, റാപ്പേഴ്സ് ആണ്. നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു, ഞാൻ 15 വയസ്സ് പഠിക്കുന്ന സമയത്ത് മ്യൂസിക് ഇത്ര എളുപ്പമല്ല കിട്ടാൻ കേട്ടോ. ഇത്ര എളുപ്പമായിരുന്നില്ല. സ്റ്റിൽ ഭയങ്കര ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കര എല്ലാവർക്കും ക്രാക്ഡ് സാധനങ്ങൾ, ക്വാളിറ്റി സാധനങ്ങളും. 8 വയസ്സുള്ള ചെക്കനൊക്കെ ചെയ്യും. നമ്മൾ എളുപ്പമായിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോ അടുത്ത് വരെ 10 വയസ്സായ ചെക്കന്മാർ ചെയ്ത് തുടങ്ങും. ഇനി 8 വയസ്സിന് കുട്ടികളുടെ ഇടയിൽ ടോയ്സ് ഒന്നും, ഇനി പ്രൊഡക്ഷനൊക്കെ ടോയ്സ് ആവും, ബീറ്റ് ഉണ്ടാക്കും. ഇനി കരയണൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇനി അടുത്ത പാട്ടൊക്കെ കേൾക്കാം നമ്മള്. You work as an independent artist, അത് വേറൊരു സീനാണ്. But when you work with the industry, especially with names like Sushin Shyam, പിന്നെ കൂടെ നമുക്ക് MC Cooper ഉണ്ടായിരുന്നു, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് അവിടെ നമ്മള് സോങ് റൈറ്റിംഗില് അത്ര ഇൻവോൾവ് ആയി. നമ്മുടെ വോയിസ് മാത്രമേ എടുത്തുള്ളൂ. നമ്മളെ വോയിസിൽ എന്തോ ഒരു 3 പേര് അവർക്ക് ഓൾറെഡി അവരുടെ വിഷൻ ക്ലിയർ ആയിരുന്നു. അപ്പൊ ജസ്റ്റ് നിങ്ങൾ സെറ്റ് ആവും തോന്നി. അതല്ലാതെ പരിപാടിയാണ് ആക്ച്വലി. അത് കഴിഞ്ഞിട്ടല്ലാതെ നമ്മള് അടുത്ത് സായ ബേങ്കറായിട്ട് കൊളാബ് ചെയ്തായിരുന്നു. ഷെയ്ൻ നിഗത്തിന്റെ ലേറ്റസ്റ്റ് മൂവിയില്ലേ ബൾട്ടി, അതിലെ ഒരു അത് എളുപ്പമായിരുന്നു. കാരണം ആൾക്ക് മലയാളം അറിയില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ഈ മൂവിയിൽ പൊതുവെ കേട്ടേക്കണതും ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റെഫറൻസ് വന്ന് നമ്മളെ ഈ രീതിയിൽ നയിച്ച് നമ്മളതല്ലെങ്കിൽ ആ കളറിന് മാറ്റി പിന്നെ അടിച്ചു പോലെ ആ പരിപാടിയൊന്നും നമുക്ക് അധികം അനുഭവിക്കണമെന്നില്ല. നമ്മളെ കാണുന്നതന്നെ കുറച്ചൊരു മറ്റേ വിയേർഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, ഇല്ലെങ്കിൽ ക്രേസി തിങ്സ് ട്രൈ ഔട്ട് ചെയ്യുന്ന ആൾക്കാരെ ഉണ്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നവര് മോസ്റ്റ്ലി. How is it working with someone like Saya Baker? കാരണം പുള്ളിക്കാരൻ ഇപ്പോൾ all of a sudden explode ചെയ്തിരിക്കുകയാണ്. And deserving also. പുള്ളിയുടെ ഒരു സൗണ്ട് സ്കേപ്പ് ഒക്കെ ഭയങ്കര രസമുണ്ട്. പൊതുവേ ഉള്ള ഒരു സൗത്ത് ഇന്ത്യയിൽ ഇപ്പൊ കുറെ കാലമായിട്ട് നമ്മൾ അനിരുദ്ധിന്റെ ഒക്കെ സൗണ്ട് സ്കേപ്പ് കേട്ടും സമയത്ത് ഒരു പുതിയ ഫ്രഷ് സൗണ്ട് വന്നു. സോ അതെങ്ങനെയായിരുന്നു പുള്ളിയോട് വർക്ക് ചെയ്യുന്നത്? ഉറങ്ങുന്നുള്ളൊരു കൗതുകമായിരുന്നു. എപ്പോഴും പുള്ളി ഉറങ്ങാറൊന്നുമില്ല എന്നുണ്ട്. അവള് വിളിച്ച് 2 മണിക്കാണ് നമ്മൾ റെക്കോർഡ് ചെയ്യണത്. 3 മണിക്കായിരുന്നു റെക്കോർഡിങ്. രാത്രി 3 മണിക്കായിരുന്നു റെക്കോർഡിങ്. വണ്ടർ കിട്ടോ ചാട്ടം ഇവിടെ ചടപടാന്നാണ് കാര്യങ്ങൾ. അവൻ തന്നെ റെക്കോർഡ് ചെയ്യുക, അവൻ തന്നെ മിക്സ് ചെയ്യുക, മാസ്റ്റർ ചെയ്യുക, ഔട്ട് എടുക്കും. നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കൊണ്ട് മിക്സ് ചെയ്യും. അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടായി ഈ റെക്കോർഡ് ചെയ്യണേ ഉള്ളൂ. അത് സംഭവം എന്താ വെച്ചാല്, ആ ബൾട്ടിൽ പാട്ട് ചെയ്യുന്നത് ഒരേ പുള്ളിന്റെ നടുവിലാണ്. ഞങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ണി വിളിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പടത്തിന് പാട്ട് വേണം പറയണു. ഞങ്ങൾ പ്രീ നടക്കുന്ന ഇടയിലാണ് 1 മണിക്കൂർ ഇപ്പൊ ഒരാ പറഞ്ഞ പാട്ട് എഴുതുന്നത്. അത് അയച്ചു കൊടുക്കണു, അത് അവിടുന്ന് ഓക്കെ അടിക്കണു. അപ്പൊ അടുത്ത ഭാഗം എഴുതാന്ന് പറയണു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഒരു ചെറിയൊരു വർക്കിലാണെന്ന് പറയണു. സാർ നാളെ രാവിലേക്ക് എഴുതി കിട്ടിയാൽ മതി എന്നായി. ലേറ്റ് നൈറ്റ് ഇരിക്കുന്നു, അടുത്ത സെക്കൻഡ് സ്റ്റാൻസ് എഴുതുന്നു, റെക്കോർഡ് ചെയ്യുന്നു. 5:30 ഇരുന്ന് എഴുതുന്നു, 7:30 അയച്ചു കൊടുക്കുന്നു, അത് ഓക്കെ അടിക്കുന്നു. പിന്നെ അതിന് ഒരു 3 ദിവസം കഴിഞ്ഞ് ഇവര് നേരെ നമ്മൾ ഈ ഷൂട്ട് കഴിയുന്നവരെ വെയിറ്റ് ചെയ്തു. അതിന്റെ ഷൂട്ട് കഴിഞ്ഞുകൊണ്ട് ഇവിടുന്ന് ചെന്നൈ പോയി റെക്കോർഡ് ചെയ്തു. ഇനീഷ്യലി ഇത് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പോയത്. ലൈക് ലിറിക്സ് ആയിരുന്നു മെയിൻലി ചെയ്തത്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്ത് പരിചയമില്ല. അപ്പൊ നമുക്ക് പാടി എഴുതുമ്പോഴാണ് ആ പരിപാടി വരിക. അപ്പൊ ഞങ്ങൾ പാടി ഒരു സ്ട്രക്ചർ ആക്കിയിട്ട് ഞങ്ങൾ അയച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഇത് നിങ്ങൾ തന്നെ പാടാനാണ് സെറ്റ്, ഇത് നിങ്ങൾ പാടിയാലേ കറക്റ്റ് ആയിട്ട് വർക്ക് ആവുള്ളൂ. ഈ ലിറിക്ക് ലൈക് നിങ്ങൾ പാടിയ ഒരു ഇമോഷൻ വേണം. കാരണം അവർക്ക് ടൈം ഉണ്ടായിരുന്നല്ലോ തോന്നുന്നു. അപ്പൊ എന്തെങ്കിലും സാധനം ചെയ്യണം പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും പാട്ടിന്റെ കളർ എന്തെങ്കിലും എഴുതിക്കോറും. പക്ഷെ നമ്മുടെ പ്രോസസ്സ് എൻ്റെ ഒരു ഡിഫറെന്റ് ആണ്. നമ്മൾ അതിനെ ചോപ്പ് ചെയ്ത് ട്രാക്ക് ആക്കി ഇന്ന് ഇരുന്ന് നിലയിലേക്ക് ഇട്ട് നമ്മുടെ പരിപാടി തുടങ്ങി.
ഒരേ പുള്ളിയുടെ മറ്റൊരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇസ് ജാസി ഗിഫ്റ്റ്. ആൻഡ് ഈ ജാസി ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മില്ലിനിയൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു വികാരം തന്നെയാണ്. എസ്പെഷ്യലി ആ ഫോർ ദ പീപ്പിൾ ഒക്കെ ഇറങ്ങിയ സമയത്ത് യുനോ ഇറ്റ് വാസ് പീക്ക്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ്. ആൻഡ് വൈ ഡിഡ് യു ചൂസ് ജാസി ഗിഫ്റ്റ്? അതൊരു അതെ ആരാധന മൂത്ത് അപ്രോച്ച് ആരാധന ഉണ്ട് കേട്ടോ. ആരാധന വളരെ മൂത്ത്. നമുക്കിങ്ങനെ കുറച്ച് ആഗ്രഹമുണ്ട്. ആഗ്രഹം പറയാം. MG ശ്രീകുമാർ പുറക്കിടുന്ന ആഗ്രഹമുണ്ട്. ചന്ദനമണി ആ ഒരു വേർഡ് പ്ലേ പരിപാടികളൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ ആഗ്രഹം. ഗോവിന്ദ ഗോവിന്ദ അതിലൊരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടല്ലോ. MG ശ്രീകുമാറെ വർക്കണം. അപ്പൊ അതുപോലെ ഇങ്ങനെ ആഗ്രഹമുള്ള കുറച്ച് ആൾക്കാരിൽ ടോപ്പ് ടയറിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. എസ്പെഷ്യലി വിത്ത് ഇൻഡിപെൻഡൻസ് സീൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ഉള്ള ഒരു പുള്ളി. അത് അതിന് മുമ്പ് ചിന്തിച്ച ഇത് പഴയ പാട്ടത് ഒരേ 2 വർഷം മുമ്പ് പ്ലാൻ ചെയ്ത പാട്ട് ചേട്ടാ ട്രാക്ക് ഇറങ്ങിട്ടുണ്ട് കളിച്ചിട്ട്. അപ്പൊ അത് റേസറാ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഒരു വർഷം 1.5 വർഷം മുമ്പ് കണ്ട് റേസർ വന്ന സമയത്ത് ഒരുമിച്ച് ജാമ്യപ്പം ഉണ്ടാക്കി വെറുതെ ഒരു ട്രാക്കാണ്. പക്ഷെ അന്നേ തീരുമാനിച്ചു ഇതില് ജാസി ചേട്ടൻ വന്നാ പൊളിയായിരിക്കുന്നത്. ആ റഫ് ചെയ്യുമ്പോഴേ നമ്മുടെ മൈൻഡില് വന്നു ഇത് ജാസി ഗിഫ്റ്റ് ഇതിൽ വന്നാ വേറെ മൂഡായിരിക്കും. 2 മാസം കഴിയുമ്പോഴത്തേക്കും ആ സാധനമൊക്കെ അയ്യോ റെഫറൻസ്. അപ്പൊ നമ്മുടെ നമ്മളിങ്ങനെ പുള്ളിയാണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഈ കോൺവെർസേഷണൽ പരിപാടി ആള് പഴയ ഫോർ ദ പീപ്പിൾ ട്രാക്കുകളിൽ ചെയ്തിട്ടുണ്ട്. മറ്റേ ഇപ്പൊ ഇതാണെങ്കിലും ഇല്ലെങ്കിൽ ലജ്ജാവതിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു റാപ്പ് ഒക്കെ ഉണ്ടല്ലോ. ബേസിക്കലി സംസാരിക്കാണല്ലോ ഒരാളോട്. പുള്ളിയുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് പാട്ടിന്റെ ഒരു? കാരണം അദ്ദേഹവും പൊതുവെ ഉള്ള ഒരു സിനിമയിൽ നിന്ന് മാറിയിട്ട് വേറൊരു കൈൻഡ് ഓഫ് മ്യൂസിക് വീഡിയോ മേക്കിങ്ങും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു കേട്ടോ. പുള്ളി വിഷയമായിരുന്നു. ഞങ്ങൾക്ക് ഒരേ പുള്ളിയിലെ ഏറ്റവും ഹൈലൈറ്റ് ജാസി ഗിഫ്റ്റ് എന്നുള്ളൊരു ഒരേ പുള്ളി. ഈ ഒരേ പൊളി എന്നുള്ളൊരു വാക്ക് ശരിക്കും മച്ചാന് സ്യൂട്ടാണ് തോന്നുന്നു. ആള് ഇപ്പോഴും സ്റ്റിൽ എങ്ങാട്ടോ. നമുക്ക് ഓറ എന്നൊക്കെ പറഞ്ഞു വെച്ചാല് ആളുടെ ഓറയാണ് ഓറ. ഞങ്ങൾ തന്നെ ഇരുന്ന് റെക്കോർഡ് ചെയ്തു. ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഞങ്ങൾ തന്നെ ഇരുന്ന് റെക്കോർഡ് ചെയ്തു. നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇൻ ദ സെൻസ് പുള്ളി ആ പാടുന്ന ഡെലിവറിയും അതിനുള്ള മോഡുലേഷനും ആറ്റിറ്റ്യൂഡും സ്വാഗൊക്കെ അൺമാച്ചബിൾ. നമുക്ക് മറ്റേ ഗൂസ് ബംസ് വരും ഓരോ ഈ ഒച്ചയൊക്കെ കേൾക്കുമ്പോ തന്നെ. ഇത് നമ്മൾ പണ്ട് ഓട്ടോയിൽ കേട്ട സാധനം. ട്രാക്കിലൊരു ലെയർ ഉണ്ട്. ഒരേ പുള്ളിയുടെ ഒരു ബേസിലും ലെയർ ഉണ്ട്. ഓ അത് പിന്നെ ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്യാൻ നിൽക്കുമ്പോ എന്റെ അമ്മേ. വേറെന്താ വെച്ചാലേ ആള് നമ്മള് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്നൊരു വ്യക്തിനെക്കാളും വലിയൊരു ലെജൻഡ്. നമുക്ക് എങ്ങനെ മൂപ്പരത്തൊരു കറക്ഷൻ പറയും അല്ലെങ്കിൽ എങ്ങനെ. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ ആളുണ്ടല്ലോ ഇത് വേണം ഇനി വേണം അടുത്ത് വേണോ വേറെ ഔട്ട് ആയിട്ട് എന്ത് വേണ്ട ചെയ്ത് അത്രയും ഫ്ലെക്സിബിൾ. ആള് വൻ ഫ്ലെക്സിബിൾ. നമ്മളെ മാഷിനെ വിളിക്കുക. ഞങ്ങളെ ഞെട്ടി മാഷ് ഇത് ഓക്കെ അല്ലേ. അത് ഭയങ്കര എന്താ പറയാ ആൾ ഡൗൺ ടു എർത്തിനെക്കാൾ ഡൗൺ ടു പാതാളം എന്ന് പറയുന്നത്. അത്രയും നല്ലൊരു മനുഷ്യൻ. കുറെ പഠിക്കേണ്ടായിരുന്നു. പുതിയ ട്രാക്കിലെ ആൻഡേഴ്സൺ പാട്ടിലെ ട്രാക്കിലൊക്കെ ആൾ വൺ അപ്ഡേറ്റഡ് ആട്ടോ. കണ്ടുപിടിച്ചത് കൾട്ട് എക്സ്പെരിമെന്റൽ ബാൻഡൊക്കെ. അപ്പൊ നോക്കുമ്പോ ഇതൊക്കെ 200 റിവ്യൂസ് ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഒരു വോക്കൽ ട്രാക്ക്. ഞാൻ അങ്ങനെ കുറെ കേൾക്കാറില്ല. ഇത് വൺ അപ്ഡേറ്റ്. ആൾ ഇൻഡിപെൻഡന്റ് സീൻ ഫുൾ ആൾക്ക് നന്നായിട്ട് അറിയാം. ആൾ നന്നായിട്ട് കേൾക്കുന്നുണ്ട്. കുറെ പാട്ടുകൾ കേൾക്കുന്നുണ്ട്. So what is next for Malayali Monkeys? ഞങ്ങളുടെ നെക്സ്റ്റ് അപ്കമിങ് എക്സൈറ്റിംഗ് പ്രൊജക്ട്സ് ഉണ്ട്. ലൈക് കൊളാബറേഷൻസ് ഉണ്ട്. അല്ലാതെ നമ്മുടേതായ കുറച്ച് ട്രാക്സ് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ മടുത്തു എന്ന് പറഞ്ഞ ഒരു പാട്ട് വരുന്നത്. മടുത്തു പണിയെടുത്ത് മടുത്തു. അതെ. ഇതിട്ട് പെർഫോം ചെയ്യുമ്പോൾ സഫോക്കേഷൻ ആണ്. അതാ ഞാൻ ചോദിക്കേണ്ടത്. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ബുദ്ധിമുട്ടുണ്ടോ? കണ്ണില് ശ്വസിക്കേണ്ടി വരും. ഞാൻ പല സ്റ്റേജിലും കണ്ണിൽ വെളിച്ചം കേറിയിട്ട് ഇങ്ങനെ ഞാൻ ഇരുന്നിട്ടുണ്ട്. ദൈവത്തെ കണ്ടു വെച്ചല്ലേ. എല്ലാരും വിചാരിക്കും ലൈവിന്റെ ഇതില് ഒഴുകി അങ്ങനെയല്ല സംഭവം. ഒന്നും കാണാതെ കണ്ണിൽ വെളിച്ചം കേറിയിട്ട് ഇങ്ങനെ കാണുന്നില്ല. ഓഡിയൻസിന് മിന്നി ഇങ്ങനെ ആവൂലേ ആ റേഞ്ചിലാവും. എനിക്ക് തോന്നുന്നു 45 മിനിറ്റ്സിന് മേലെ ഇത് കഴിഞ്ഞ് ബ്രീത്ത് കിട്ടാണ്ടാവും. ഭയങ്കര സഫോക്കേഷൻ ആവും. എനിക്ക് കുറച്ച് വെന്റിലേഷൻ ഒക്കെ വേറെ ചെയ്യേണ്ടി വരും. അല്ല പ്ലാൻ ഉണ്ട് ഒന്നുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. വേറെ മാസ്റ്റായിട്ട് അവർ LED ലാസ്റ്റ് ഷോക്ക് അടിച്ച് വരണം. എന്താ സ്റ്റെപ്പ് ഇങ്ങനെയൊക്കെ